ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. 5 ലോസാണ് ഇതിവിടെ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ദ്രവ്യ സംരക്ഷണ നിയമം. ദ്രവ്യത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഇതുപോലെ നമ്മൾ ഊർജ സംരക്ഷണ നിയമം പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നിയമവും. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ മാറ്ററിനെ നമുക്ക് പുതുതായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കില്ല, അതുപോലെ നശിപ്പിച്ച് കളയാനും പറ്റുകയില്ല. നമ്മൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവ് വേണം. മാവ് ഉണ്ടാക്കണമെങ്കിൽ അരി ഉഴുന്ന് അരയ്ക്കണം. അരി ഉഴുന്ന് അരച്ചാൽ അരിയും ഉഴുന്നും ഉണ്ടാകുന്നത് ചെടികളിൽ നിന്നാണ്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു തരത്തിലുള്ള മാറ്ററിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നു. ഇത് ആണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. Matter can neither be created, നിർമ്മിക്കാൻ സാധ്യമല്ല, nor be destroyed, neither be created nor be destroyed. നമ്മളെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രിയിൽ ഈ ഒരു ലോയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ എഴുതി. H2+O2 gives H2O. ഇതിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇടതുവശത്ത് റിയാക്ട് ചെയ്തു. പ്രോഡക്റ്റ് ഉണ്ടായപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ. 2 ഓക്സിജൻ ആറ്റങ്ങൾ, അതായത് ഒരു ഓക്സിജൻ മോളിക്യൂൾ റിയാക്ട് ചെയ്തു. പ്രോഡക്റ്റ് ഉണ്ടായപ്പോൾ ഒരു ഓക്സിജൻ ആറ്റമേ ഉള്ളൂ. വാട്ടർ മോളിക്യൂളിനകത്ത് ഒരു ഓക്സിജൻ ആറ്റമേ ഉള്ളൂ. അപ്പോൾ ഒരു ഓക്സിജൻ ആറ്റം എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ കാണാനില്ല. ഇടയ്ക്ക് വെച്ച് എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ ഈ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷനകത്ത് ഒരു 2 ആഡ് ചെയ്തു. 2H2O എന്ന് എഴുതി. 2H2O എന്ന് എഴുതിയപ്പോൾ 4 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് പ്രോഡക്റ്റ് സൈഡിൽ. ഈ 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ എവിടെ നിന്ന് വന്നു? അത് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 4 ഹൈഡ്രജൻ ആറ്റം റിയാക്ട് ചെയ്തിട്ടൊന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ മാസ് നോക്കിയാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് നിങ്ങൾക്കറിയാം. 1 ഗ്രാം. 1 ഗ്രാം ഹൈഡ്രജൻ. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ വന്നപ്പോൾ 2 ആയി. 2 മോളിക്യൂളായപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ ഈ റിയാക്റ്റൻറ്റുകൾ, റിയാക്ട് ചെയ്യുന്ന വസ്തുക്കളുടെ പേരെന്താണ്? റിയാക്റ്റൻറ്റ്. ഒരു റിയാക്ഷനിൽ, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേര് റിയാക്റ്റൻറ്റ് എന്നാണ്. ഈ റിയാക്റ്റൻറ്റിൻ്റെ ആകെ മാസ് എത്ര? 36 ഗ്രാം. 36 ഗ്രാം റിയാക്റ്റൻറ്റ് ഉണ്ടെങ്കിൽ 36 ഗ്രാം പ്രോഡക്റ്റ് കിട്ടണം. ഉണ്ടായിട്ടുണ്ടോ? ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറയുന്നത് 18 ആണ്. അങ്ങനത്തെ 2 വാട്ടർ മോളിക്യൂളുണ്ട്. സോ ദെയർ ആർ ടോട്ടൽ ഓഫ് 36 ഗ്രാം. അപ്പോൾ total mass of reactant is equal to total mass of products എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഈ ലോയുടെ ഇമ്പോർട്ടൻസ് കെമിസ്ട്രിയിൽ. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പുതുതായിട്ട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല, ഒന്നും നഷ്ടപ്പെട്ടു പോകാനും പാടില്ല. ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ അത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ചേർത്ത് എഴുതണം. ഇപ്പോൾ എന്തെഴുതിയത്? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇതിൻ്റെ കൂടെ എന്തുകൂടി ചേർക്കണം? ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റ്സ് ഈസ് ഈക്വൽ ടു the total mass of products. Total mass of reactants is equal to the total mass of products.
അപ്പോൾ എക്സാമ്പിൾ നമ്മൾ എഴുതണം. അപ്പോൾ റിയാക്ഷൻ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഹൂ പ്രപ്പോസ്ഡ് ദ ലോ. അങ്ങനെ ഒരു ചോദ്യം കൂടിയുണ്ട്. ആരാണ് ഈ നിയമം പ്രസ്താവിച്ചത്? ഈ നിയമം പ്രസ്താവിച്ച ആളുടെ പേര് ആന്റണി ലാവോസിയർ എന്നാണ്. ആന്റണി ലാവോസിയർ. സ്റ്റേറ്റ്മെന്റ് എന്താണ്? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്റർ ക്യാൻ നോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്തെഴുതും? വാട്ടറിൻ്റെ കേസ് എഴുതാം, അതല്ലെങ്കിൽ കാർബണിൻ്റെ കേസ് എഴുതാം. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, C+O2 gives CO2. കാർബണിൻ്റെ മാസ് 12 ഗ്രാം കാർബൺ എടുത്താൽ 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യണം. ആകെ റിയാക്റ്റൻറ്റിൻ്റെ മാസ് 44. ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 44. സോ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു the total mass of product. This is the law of conservation of mass. Matter can neither be created nor be destroyed. In a chemical reaction, the total mass of the reactant should be equal to the total mass of products. ഈ രണ്ടാമത്തെ law of definite proportion. Law of definite proportion. അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ എന്ന് പറയും. ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ. ഈ ലോ പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് ജോസഫ് പ്രോസ്റ്റ് എന്നാണ്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന പല റിയാക്ഷൻസ് നമുക്കറിയാം. ഒന്നിൽ കാർബണേറ്റ് കോമ്പൗണ്ടുകൾക്കകത്തേക്ക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. ഏതെങ്കിലും കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് ഹിറ്റ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, CaO+CO2. അതുപോലെ ബേണിംഗ്, എന്ത് കാർബൺ കണ്ടൻ്റുള്ള സാധനങ്ങൾ കത്തിയാലും ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതുപോലെ റെസ്പിറേഷൻ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന ഒരുപാട് റിയാക്ഷൻസ്, പ്രോസസ്സുകൾ നമുക്കറിയാം. വാട്ട് എവർ ബി ദ പ്രോസസ്, carbon dioxide contain carbon and oxygen only. കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കണമെങ്കിൽ അതിനകത്ത് കാർബണും ഓക്സിജനും ഉണ്ടായിരിക്കും. പക്ഷേ കാർബണും ഓക്സിജനും ഉള്ള മറ്റൊരു കോമ്പൗണ്ടാണ് കാർബൺ മോണോക്സൈഡ്. പക്ഷെ അതിന് നമ്മൾ ഒരു കാർബണും ഒരു ഓക്സിജനുമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്ന പേര് കാർബൺ മോണോക്സൈഡ് എന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കണമെങ്കിൽ CO2. ഈ കാർബൺ ഡൈ ഓക്സൈഡും ഈ കോമ്പൗണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ കാർബൺ മോണോക്സൈഡാണ് നമ്മൾ ശ്വസിക്കുന്നതെങ്കിൽ, നമ്മൾ അറിയാതെ ശ്വസിക്കാനിട വന്നാൽ അത് നമ്മുടെ ജീവന് വരെ ഹാനികരമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉടനെ ഗുരുതരമൊന്നുമല്ല, കാലക്രമേണ ഗുരുതരാവസ്ഥയിലേക്ക് വരുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടുകളും എൻ്റയർലി ഡിഫറെൻ്റാണ്. അപ്പോൾ ഓരോ കോമ്പൗണ്ടും ഉണ്ടാകുമ്പോൾ ആ കോമ്പൗണ്ടിനകത്തുള്ള എലമെൻറ്റുകൾ, ഇപ്പോൾ അമോണിയ എന്ന് പറഞ്ഞൊരു മോളിക്യൂളുണ്ട്. അമോണിയ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് നൈട്രജനും ഹൈഡ്രജനും ഉണ്ടായിരിക്കണം. അപ്പോൾ ഹൈഡ്രജനും ഉള്ള മറ്റു കോമ്പൗണ്ടുകളുണ്ട്. പക്ഷേ അമോണിയ എന്ന് പറയുന്ന മോളിക്യൂളിനകത്ത് ഒരു നൈട്രജനും 3 ഹൈഡ്രജനുമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ, ഈ എലമെൻറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ അവർ അനുസരിക്കുന്ന ഒരു നിയമമാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അതായത് ഒരു കോമ്പൗണ്ടിനകത്തുള്ള എലമെൻറ്റുകൾ എപ്പോഴും ഒന്ന് തന്നെയായിരിക്കണം. കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് ഉള്ള എലിമെൻ്റ് എപ്പോഴും കാർബണും ഓക്സിജനും ആയിരിക്കണം. ഇപ്പോൾ കാർബണും ഓക്സിജനും, നാളെ രാവിലെ നോക്കുമ്പോൾ നൈട്രജനും ഓക്സിജനും ആണെങ്കിൽ നമ്മളതിനെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കില്ല. കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എപ്പോഴും കാർബണും ഓക്സിജനും മാത്രമേ പാടുള്ളൂ. അവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിന് റേഷ്യോ ഉണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബൺ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 12 ഗ്രാം ആണെങ്കിൽ ഓക്സിജൻ 2 ഓക്സിജൻ വരുമ്പോഴേക്കും അതിൻ്റെ മാസ് 32 ആണ്. മാസുകൾ തമ്മിലുള്ള റേഷ്യോ 12:32 അഥവാ 3:8 എന്നാണ്. 3:8 ബൈ മാസ്. ബൈ മാസ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ 3:8 എന്ന് പറയുന്ന റേഷ്യോയിൽ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അതുപോലെ ഏത് എലമെൻറ്റും നോക്കാം. അപ്പോൾ നൈട്രജനും ഹൈഡ്രജനും കൂടി
നൈട്രജനും കൂടി 14:3 എന്ന റേഷ്യോയിൽ, മാസിൻ്റെ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അമോണിയ മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഇവിടെയാണെങ്കിൽ 12:16, അതായത് 3:4, മാസിൻ്റെ 3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് കാർബൺ മോണോക്സൈഡാണ്. സോ ദിസ് ഈസ് ദ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ? ഒരു കോമ്പൗണ്ടിനകത്തുള്ള എലമെൻറ്റുകൾ എപ്പോഴും ഒന്ന് തന്നെയായിരിക്കണം. അവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് റേഷ്യോയിലായിരിക്കണം. കോമ്പൗണ്ടിനകത്തുള്ള എലമെൻറ്റ്സ് എപ്പോഴും ഒന്ന് തന്നെയായിരിക്കണം. സെയിം കോമ്പൗണ്ട്, ഒരേ കോമ്പൗണ്ടിനകത്തുള്ള സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ്, എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം അതിനകത്ത്? സെയിം എലമെൻറ്റ്സ്. സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെൻറ്റ്സ്. ഒരേ എലമെൻറ്റുകൾ ഉണ്ടായിരിക്കണം. അവരെന്ത് ചെയ്യണം? അവർ കമ്പൈൻ ചെയ്യണം, കമ്പൈൻ ചെയ്തിരിക്കണം. എങ്ങനെ ഇരിക്കണം? കമ്പൈൻഡ് ഇൻ ദ സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ. മാസിൻ്റെ ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ അഥവാ റേഷ്യോ, ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. മാസിൻ്റെ ഒരു കൃത്യമായ റേഷ്യോയിൽ ഒരേ തരം എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാകും. എലമെൻറ്റ് മാറിയാൽ കോമ്പൗണ്ട് മാറും, റേഷ്യോ മാറിയാൽ കോമ്പൗണ്ട് മാറും. സോ ദാറ്റ് ഈസ് ദ ലോ. അപ്പോൾ ഒരു കോമ്പൗണ്ട്, അപ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻസ് കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻഡ് ഇൻ ദ റേഷ്യോ 3:8 by mass എന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻസ് കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻഡ് ഇൻ ദ റേഷ്യോ 3:8 by mass, അല്ലെങ്കിൽ 3:8 എന്ന് പറയുന്ന മാസിൻ്റെ റേഷ്യോയിൽ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത് എന്ന് അർത്ഥം. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ലോ പ്രൊപ്പോസ്ഡ് ബൈ ജോസഫ് പോസ്റ്റ്. എന്താണ് ലോ? സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ ദ സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. മൂന്നാമത്തെ ലോ പറയുന്നത് ഗേ-ലുസാക്ക്, ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ഗേ-ലുസാക്സ് ലോ ഓഫ് gaseous volumes. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. ഈ ലോ പറയുന്നത് ഗേഷ്യസ് ആയിട്ടുള്ളൊരു റിയാക്ഷനെ പറ്റിയാണ്. അതായത് ഗ്യാസുകൾ തമ്മിൽ റിയാക്ട് ചെയ്യണം, ഗേഷ്യസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാകണം. റിയാക്റ്റൻറ്റും ഗ്യാസ് ആയിരിക്കണം, പ്രോഡക്റ്റും ഗ്യാസ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ എക്സാമ്പിൾ നമുക്ക് പറയാം. H2+ Cl2 gives 2HCl. ഹൈഡ്രജൻ ഗ്യാസാണ്, ക്ലോറിൻ ഗ്യാസാണ്, HCl ഗ്യാസാണ്. ഹൈഡ്രജനും ക്ലോറിനും കൂടെ ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന ഈ റിയാക്ഷനിൽ നമ്മൾ 1 ലിറ്റർ ഹൈഡ്രജൻ എടുത്താൽ 1 ലിറ്റർ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ 2 ലിറ്റർ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകും. അത് നമ്മളൊക്കെ എങ്ങനെ കിട്ടിയത്? ഇവിടെ എഴുതിയിരിക്കുന്ന ഇടതുവശത്തുള്ള നമ്പറാണ് ഈ എഴുതിയിരിക്കുന്നത്. 1 ലിറ്റർ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാൻ 1 ലിറ്റർ ക്ലോറിൻ വേണം. അങ്ങനെയാണെങ്കിൽ 2 ലിറ്റർ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇതാണ് ഈ റിയാക്ഷനിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇവരുടെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ 1:2 എന്നാണ്. ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ട്. എ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വോളിയംസ്. വോളിയങ്ങൾക്കിടയിൽ ഒരു സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ചെയ്യുന്നു. എപ്പോൾ? ഗ്യാസുകൾ തമ്മിൽ റിയാക്ട് ചെയ്ത് ഗേഷ്യസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാകും. കാരണം ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാസ് മെഷർ ചെയ്യുന്നതിനേക്കാളൊക്കെ എളുപ്പം വോളിയം മെഷർ ചെയ്യുന്നതാണ്. വോളിയം മെഷർ ചെയ്യുന്നതാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾ വോളിയങ്ങൾ നോക്കുന്നു, ആ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ മനസ്സിലാക്കി വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ റേഷ്യോ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് അതിനുള്ളൊരു ഗുണം എന്താണ്? ഹൈഡ്രജൻ്റെ വോളിയം എത്ര എടുക്കണം നോക്കാം, അല്ലെങ്കിൽ എത്ര വോളിയം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാൻ എത്ര ക്ലോറിൻ വേണമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈഡ്രജൻ ക്ലോറൈഡ് കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് അതിനകത്തുനിന്ന് സാധ്യമാകും. ലോ പറയുന്ന ഇതാണ്, ഇവരുടെ വോളിയങ്ങൾ തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. When gases react to form gaseous product, there is a simple ratio between the volumes of the reactants and products. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വോളിയം മെഷർ ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇതിലേതെങ്കിലും ഒന്ന് മാറിയാൽ മറ്റേത് രണ്ടും മാറും. പ്രഷർ മാറിയാൽ ഗ്യാസാണ്, ഡെഫിനറ്റ് ഷേപ്പ് ഡെഫിനറ്റ് വോളിയം ഒന്നുമില്ല. അപ്പോൾ
അതിന് പ്രഷർ നമ്മൾ മാറ്റിയാൽ, പാത്രത്തിനകത്തുള്ള പ്രഷർ കൂട്ടിയാൽ അതിൻ്റെ വോളിയം മാറും. നമുക്കറിയാം വോളിയം കുറച്ചുകൊണ്ടാണ് നമ്മൾ പ്രഷർ കൂട്ടുക. അപ്പോൾ ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചറിന് വ്യത്യാസം വരും. അപ്പോൾ ടെമ്പറേച്ചർ മാറ്റുവാണെങ്കിൽ, ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ പ്രഷർ അതിന് വ്യത്യാസം വരും, വോളിയത്തിന് വ്യത്യാസം വരും. വോളിയം വ്യത്യാസം വരുത്തിയാൽ പ്രഷർ മാറും, ടെമ്പറേച്ചർ മാറും. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ മറ്റേ വാല്യൂസ് ഫിക്സ് ചെയ്ത് വെക്കണം. അതായത് ഹൈഡ്രജൻ്റെ വോളിയം മെഷർ ചെയ്തു, ക്ലോറിൻ്റെ വോളിയം മെഷർ ചെയ്തു. ഇവർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ ഹൈഡ്രജൻ്റെ വോളിയം മെഷർ ചെയ്തതും ക്ലോറിൻ്റെ വോളിയം മെഷർ ചെയ്തതും ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ആയിരിക്കണം. അല്ലാതെ ഹൈഡ്രജൻ്റെ വോളിയം നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 1 അറ്റ്മോസ്ഫറിക് പ്രഷറിൽ മെഷർ ചെയ്തു, ക്ലോറിൻ്റെ വോളിയം നമ്മൾ 2 അറ്റ്മോസ്ഫറിക് പ്രഷറിൽ മെഷർ ചെയ്തു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. ഒരേ കണ്ടീഷനിലുള്ള വസ്തുക്കളെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മുടെ കാര്യമാണല്ലോ. നിങ്ങളുടെ ഒരു പരീക്ഷയിട്ട് നിങ്ങളുടെ മാർക്ക് ഒരു MSc പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എല്ലാം 10 മാർക്കും അവർക്കെല്ലാം 100 മാർക്കും കിട്ടി, അപ്പോൾ നിങ്ങളെല്ലാവരും മണ്ടന്മാരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല. കാരണം എന്താണ്? നിങ്ങൾ അത് ഒരേ കണ്ടീഷനിലല്ല. MScക്ക് പഠിക്കുന്നവർ കൂടുതൽ പഠിച്ചു, നിങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അറിവും അവരുടെ അറിവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ കണ്ടീഷനിലുള്ള ആൾക്കാരെ നമ്മളെ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ വോളിയങ്ങൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുവാണ്, അവർക്കിടയിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ വോളിയങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരേ ടെമ്പറേച്ചറിൽ, ഈ ഗ്യാസുകളെ എല്ലാം ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരുത്തിക്കൊണ്ട് വേണം വോളിയങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാൻ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ ലോയിൽ ഉൾപ്പെടുത്തണം. അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും വോളിയങ്ങൾ മെഷർ ചെയ്താൽ അവരുടെ വോളിയങ്ങൾക്കിടയിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടായിരിക്കും. ഇതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്. ആദ്യം ഏതാണ് സിറ്റുവേഷൻ എന്ന് പറയണം. ഏത് സിറ്റുവേഷൻ? വെൻ ഗ്യാസസ് റിയാക്ട് ടു ഫോം gaseous products. When gases react to form gaseous products, there is a simple ratio. ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ട്. എവിടെയാ സിമ്പിൾ റേഷ്യോ ഉള്ളത്? ബിറ്റ്വീൻ ആർക്കിടയിൽ? ദ വോളിയംസ്. ആരുടെ വോളിയം? ഓഫ് reactants and products. Reactants and products എപ്പോൾ? at constant temperature and pressure. So this is the Gay-Lussac's law of gaseous volumes. ആരാ പ്രപ്പോസ് ചെയ്തതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഗേ-ലുസാക്ക് ആണ്. എന്താണ്? ഗ്യാസുകൾ തമ്മിൽ റിയാക്ട് ചെയ്ത് ഗേഷ്യസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വോളിയങ്ങൾ തമ്മിൽ, ആരുടെ? റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും വോളിയങ്ങൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ദ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. നമ്മൾ എന്ത് എഴുതണം? ഒരു എക്സാമ്പിൾ കൂടി എഴുതണം. H2 plus Cl2 gives 2HCl. What is the ratio between the volumes? 1:1:2. അല്ലെങ്കിൽ N2 plus 3H2 gives 2NH3. എന്താണ് വോളിയം തമ്മിലുള്ള റേഷ്യോ? 1:3:2. Gay-Lussac's law of gaseous volumes.